രാത്രിയായപ്പോൾ ഞാനും അമ്മയും ചേച്ചി ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിരിക്കുമ്പം സായി അതേ കിള്ളാനായിട്ട് വന്നു. അപ്പം തന്നെ പിടിച്ചിരുത്തി അവന്റെ മുഖത്ത് ഇട്ട് കൊടുത്തു ഒരു ഹാംഫുൾ അല്ലാത്ത മാസ്ക്. അപ്പം അതേ വിമർശിക്കാൻ അച്ഛനെത്തി. വിമർശിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതേ മാസ്ക് അച്ഛന്റെ മുഖത്ത് ഇട്ട് കൊടുത്തു. ഒരു മെസ്സാജും കൊടുത്ത് മോയ്സ്ചറൈസറും ഇട്ടപ്പോൾ അച്ഛൻ ഹാപ്പി. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛന്റെ കയ്യിലും കല്ലുമൊക്കെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നത് എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഇതൊന്നും കാണാൻ എനിക്ക് വയ്യേ എന്നും പറഞ്ഞൊരു മൂകസാക്ഷിയായിട്ട് പിങ്കി അവിടെ ഉണ്ട്. രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്രയിലാണ്. അങ്ങ് ഇടുക്കി വണ്ടിപ്പെരിയാറിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് എൻ്റെ അമ്മ വീട്. പോകുന്ന വഴി ഒരു സ്ഥലത്ത് നല്ല കോടയൊക്കെ ഇറങ്ങിയത് കണ്ടപ്പോൾ നമ്മൾ ചുമ്മാ ഒരു സൈറ്റ് സീയിങ്ങിന് വേണ്ടി നിർത്തിയേ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓണം, വിഷു, ക്രിസ്മസ്, വലിയവധി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവധി ദിവസങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ അമ്മ വീട്ടിലോട്ട് പോകാറുള്ളത്. അപ്പോൾ ഈ നാട്ടിൻപുറത്തുള്ള ബന്ധുക്കൾ എല്ലാവരും കൂടെ കോട്ടയത്തോ കാഞ്ഞിരപ്പള്ളിയിലോ പൊൻകുന്നത്തോ ഒത്തുകൂടിയിട്ട് അവിടുന്ന് പിന്നെ KSRTC ഒരു ലോങ് യാത്രയാണ് ഈ വണ്ടിപ്പെരിയാറിലോട്ട്. വണ്ടിപ്പെരിയാർ എത്തിക്കഴിഞ്ഞാലോ അവിടുന്ന് പിന്നെ ജീപ്പിലാണ് യാത്ര. അത് ഈ വഴിയൊക്കെ ഞങ്ങൾ ജീപ്പിലാണ് വന്നുകൊണ്ടിരുന്നത്. മ്ലാമലയാണ് നമ്മുടെ പ്രോപ്പർ സ്ഥലം. അന്നൊക്കെ വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് മ്ലാമലയിലോട്ട് പോരാനായിട്ട് ജീപ്പ് മാത്രമേ ഉള്ളൂ. ജീപ്പുകൾ ഇങ്ങനെ 1 by 1 ട്രിപ്പ് അടിക്കും. അപ്പോൾ ഉള്ള ഇടയിൽ ജീപ്പിന്റെ അകത്ത് പെണ്ണുങ്ങളെയും പിള്ളേരെയും ഒക്കെ ഇരുത്തിയിട്ട് ആണുങ്ങൾ കൂടുതൽ ഈ ജീപ്പിന്റെ പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ചെയ്യുന്നത്. മ്ലാമലെ ജീപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടപ്പുവഴിയാണ്. ഇങ്ങനെ കുറച്ച് ദൂരം റോഡും പിന്നെ മറ്റേ കുളന്തുള്ള നടക്കുന്ന പോലെ തേയിലയുടെ നടുക്കുകൂടെയുള്ള കുഞ്ഞ് നടപ്പുവഴിയില്ലേ, അതിലിങ്ങനെ നടന്നുമായിരുന്നു പോകുന്നത്. അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മ മാത്രം. ഇപ്പം നമ്മൾ നമ്മുടെ കാറിന് പോകുന്നു, ഇഷ്ടമുള്ളടത്തൊക്കെ നിർത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, സൗകര്യമായിപ്പോയി. മ്ലാമലയിൽ ഇപ്പോഴും നമ്മുടെ പഴയ ടൈപ്പ് ചായക്കടയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്തോ മേടിക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ അമ്മ കുറച്ച് ആടുകളെ കണ്ടപ്പോൾ ആ പുറകെ പോയി. ആടുകൾക്ക് എന്തോ തിന്നാനും കൊടുത്ത് അവരെ കുറച്ചൊന്നും കൊഞ്ചിച്ചിട്ടാണ് അമ്മ പിന്നെ വന്നത്. അങ്ങനെ നമ്മൾ അമ്മാവന്മാരുടെ വീടിന്റെ താഴെ എത്തി. അവരൊക്കെ റോഡ് സൈഡിലാണെങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അങ്ങ് കുന്നിന്റെ മുകളിലാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം.